So hello guys, welcome back to a new video. ഇന്ന് ജൂലൈ 3rd CA ഫൗണ്ടേഷൻ മെയ് അറ്റംപ്റ്റിന്റെ റിസൾട്ട് വന്നു. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഡിസപ്പോയിന്റിങ് ഫോർ മീ. ഇപ്രാവശ്യം കിട്ടിയില്ല. ഇറ്റ് വാസ് മൈ സെക്കൻഡ് അറ്റംപ്റ്റ്. പോയി. യാ ആക്ച്വലി ഐ എക്സ്പെക്ടഡ് എ 50-50 ചാൻസ് ഓഫ് പാസിംഗ്, ബട്ട് റിസൾട്ട് വന്നപ്പോൾ ഇറ്റ് കംപ്ലീറ്റ്ലി ടേൺസ് ഔട്ട് ടു ബി ഡിഫറെന്റ്. എന്തായാലും അത് കഴിഞ്ഞു. ഡൗൺ ആണോന്ന് വെച്ചാൽ ഐ എം നോട്ട് ഡൗൺ. ഐ ഹാവ് ടു പുൾ ദിസ് ഓഫ് ഇൻ നെക്സ്റ്റ് അറ്റംപ്റ്റ്. ഇനിയിപ്പോ ചെയ്യാൻ എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത അറ്റംപ്റ്റില് പിടിക്കുക. യാ ഐ റിയലി നോ വാട്ട് ഡിഡ് ഐ. ജനുവരി അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ ഐ വാസ് റിയലി മോട്ടിവേറ്റഡ് ആൻഡ് ഞാൻ വിചാരിച്ചു അടുത്ത അറ്റംപ്റ്റ് എന്തായാലും പിടിക്കണം, മര്യാദക്ക് പഠിക്കണം. ബട്ട് ഏറെക്കുറെയൊക്കെ എൻ്റെ ഹാബിറ്റ്സ് കാരണം കൊണ്ട് തന്നെയാണ് ഈ റിസൾട്ട് എത്തിച്ചേർന്നത്. ബിക്കോസ് ഐ വാസ് നോട്ട് ദാറ്റ് മച്ച് ഓൺ ടു ഇറ്റ്. കുറെയൊക്കെ സ്ക്രോളും ചെയ്ത് പ്രൊക്രാസിനേറ്റ് ചെയ്ത് കുറെയൊക്കെ ടൈം പോയി. ബട്ട് ഫോർ ഷുവർ നെക്സ്റ്റ് ടൈം ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ അഗെയിൻ. I won't repeat the same mistake again and again and again and again. This is not going to happen anymore. I have to pull this off at any cost at next attempt. Yeah, അടുത്ത അറ്റംപ്റ്റിന് ഒരു കോംപ്രമൈസ് ഇല്ല. എല്ലാവർക്കും പറ്റുമത്. ഒരു സംഭവം പോയി കഴിഞ്ഞിട്ട് അടുത്ത അറ്റംപ്റ്റിൽ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻറേജ്ഡ് ആയിട്ട് ഇങ്ങനെ ഹൈലി എനർജറ്റിക് ആയിട്ട് പറയാൻ പറ്റും. ബട്ട് ദിസ് ഈസ് ഡിഫറെന്റ്. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ജനുവരിയിൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഞാൻ എന്തായാലും തോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ തൊട്ട് ഐ വാസ് റിയലി മോട്ടിവേറ്റഡ്. എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു, ഞാൻ ഭയങ്കര എനർജിയിലായിരുന്നു മെയ് അറ്റംപ്റ്റ് എന്തായാലും ക്രാക്ക് ചെയ്യണമെന്ന്. ബട്ട് ഐ കുഡിന്റ് ഡു ദാറ്റ് ബിക്കോസ് ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു. എൻ്റെ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ബ്രെയിൻ റോട്ടിന്റെ ഒക്കെ ഒരു പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. യാ ഐ വാസ് എ ബ്രെയിൻ റോട്ട് ഫോർ പാസ്റ്റ് ഫ്യൂ മന്ത്സ്. ഇതെല്ലാം കൊണ്ടുമാണ് ഇത്ര ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വന്നത് എന്ന് ഞാൻ അക്നോളജ് ചെയ്യുന്നു. യാ ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദിസ് ടു റിപ്പീറ്റ് അഗെയിൻ. അടുത്ത അറ്റംപ്റ്റ് എന്തായാലും പിടിക്കണം, പിടിച്ചിരിക്കും. സോ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. വി ഷുഡ് അക്സെപ്റ്റ് ദ പാസ്റ്റ് ആൻഡ് ഗോ ഫോർവേഡ് ഫോർ ദ ബെറ്റർ ഫ്യൂച്ചർ. ഐ നോ ദാറ്റ്. യാ പിന്നെ ഞാൻ ഇത് പറഞ്ഞല്ലോ, ഞാൻ 50-50 എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ പാസ്സാവുന്നത്. ബാക്കി 50 എന്തായാലും ഒരു അൺസർട്ടനിറ്റി ഞാൻ മുമ്പിൽ കണ്ടതാ. സോ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് മച്ച് സ്ട്രെസ് ഡ്രൈവിംഗ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അൺസർട്ടനിറ്റി മുമ്പിൽ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ഒരു 7 days ആയിട്ട് ഞാൻ എൻ്റെ ഫുൾ ഐഡന്റിറ്റി ഷിഫ്റ്റിങ്ങും പരിപാടിയായിട്ട് ഞാൻ ലോക്ക്ഡ് ഇൻ ആണ്. ഞാൻ കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് എൻ്റെ ബ്രെയിൻ റോട്ട് ഫുള്ളി ക്യൂർ ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തു. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്ത് ഞാൻ റീൽ സ്ക്രോൾ ചെയ്ത് നിർത്തി, ഷോർട്സ് സ്ക്രോൾ ചെയ്ത് നിർത്തി, കംപ്ലീറ്റ്ലി എന്റർടൈൻമെന്റ് ഒക്കെ ശരിക്കും ലിമിറ്റ് ചെയ്തു. യാ ഇറ്റ് വാസ് എ സക്സസ്. ഐ പാസ്ഡ് 7 days ഓഫ് ഡിസിപ്ലിൻഡ് ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇനി പറഞ്ഞ കണക്ക് ഇതേ ഈ ഒരു മൈൻഡ് സെറ്റ്, ഈ ഒരു ഡിസിപ്ലിൻ, ഈ ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഐ ക്യാൻ ക്രാക്ക് ദ നെക്സ്റ്റ് അറ്റംപ്റ്റ് ആൻഡ് ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ് അറ്റംപ്റ്റ് ഈസ് ഗോയിങ് ടു ഐ എം ഗോണ ഏസ് ഇറ്റ്. ഇനി ഇതുപോലത്തെ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവരുത്. യാ ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ. യാ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇവിടെ എത്തുള്ളൂ. ഇനിയിപ്പോ എന്തായാലും കുറെ കാര്യങ്ങൾ ഞാൻ മൈൻഡിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. യാ hope everything goes well. So that's it. ഇനിയും കാണും with a better version of myself. Yeah, so that's it. Tata, bye bye.